ഞാനൊന്ന് പുറത്തോട്ട് പോയപ്പോഴേക്കും വീടിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നേ. ഞാനൊന്ന് കറങ്ങി വന്നപ്പോഴേക്കും കണ്ട കാഴ്ച കേട്ടോ. എന്നെ അടുക്കളയിലോട്ട് വിളിപ്പിച്ചു, ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. ഇതെന്താ നടക്കണേ? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു നാളെ നമുക്ക് പഫ്സ് ഉണ്ടാക്കാം, അതുണ്ടാക്കാം, ഇതുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ കുത്തിയിരുന്ന ആൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതെങ്ങനെയാണ് പോയി ഉണ്ടംപുരിയിലെത്തിയെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ അവിടെ ഉണ്ടംപുരി എന്ന് തന്നെയാണോ പറയുന്നത്? ബോണ്ട എന്നും പറയാറുണ്ട്. ഞാനിതുവരെ ചായക്കടയിലെ ബോണ്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് നല്ല വലിയ ബോണ്ടയായിരിക്കും, നമ്മുടെ കൈക്കകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഇതാണെങ്കിൽ കുഞ്ഞു ബോണ്ട കേട്ടോ. ചായക്കടയിലെ ബോണ്ട എന്ന് പറഞ്ഞാൽ അകം ഒന്നും വേവത്തുണ്ടാവില്ല. ഞാൻ കഴിച്ചിട്ടുള്ളതില്ല കേട്ടോ. അകം ഒന്നും വേവത്തുണ്ടാവില്ല. മേളുഭാഗം മാത്രം ഞാനിങ്ങനെ പൊളിച്ച് പൊളിച്ച് കഴിക്കും. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ചെറുതായതുകൊണ്ട് തന്നെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത്രയും നാളും കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോണ്ട ഇപ്പോൾ ഇതാട്ടോ. ആളേതായാലും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ ഓർക്കും ഇവർക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഈ കാര്യത്തിൽ. ഏതായാലും എനിക്കോ ഇല്ല, അവക്കെങ്കിലും ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.